ഹലോ ഗായ്സ്, കുറേയില്ലേ ഒരു വ്ളോഗ് ഒക്കെ ചെയ്തിട്ട്. തിരുവാലത്തൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ രാവിലെ എല്ലാവരും റെഡി ആയിരിക്കുന്നത്. ഞങ്ങൾ ഈ അമ്പലത്തെ കുറിച്ച് കേൾക്കുന്നതും അതേപോലെ കാണുന്നതും ആദ്യമായിട്ടാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു വലിയ അമ്പലമാണ് കേട്ടോ അത്. തൊഴുതിറങ്ങിയതിനു ശേഷം അമ്പലത്തിന്റെ ചുറ്റുപാടും കാണാനാണ് കേട്ടോ വളരെ രസം. അമ്പലത്തിന്റെ ഒരു സൈഡായിട്ട് ഒരു വലിയ പുഴയുണ്ട്. ആ പുഴയാണ് കേട്ടോ ഇത്. നമ്മുടെ നീനാപ്പും പൊന്നാപ്പും നടന്നു പോകുന്ന ഈ ഭാഗത്തിലൂടെയാണ് നമ്മൾ പുഴയ്ക്ക് ഇറങ്ങി വന്നത്. പുരാതനമായിട്ടുള്ള ഒരു അമ്പലം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കവാടങ്ങളും നടപ്പാതകളും എല്ലാം കല്ലുകൊണ്ടാട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. നീനാപ്പൂന് എന്നാൽ ഇത്രയും വലിയൊരു അമ്പലം വളരെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നീനാപ്പൂന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അച്ഛന്റെ അമ്മമ്മനെ കൈപിടിച്ച് കയറി വരികയാണെ നമ്മുടെ നീനാപ്പൂ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണെങ്കിൽ നല്ലൊരു അമ്പല പരിസരമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അമ്പലത്തിന്റെ ഒരു വശത്ത് നമ്മൾ പുഴയാണ് കണ്ടത്, പക്ഷെ അതേപോലെ മറുവശത്ത് ഇതേ ഒരു കുളം ഉണ്ട് കേട്ടോ. കുളത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പൂമരണ്ട്. ആ പൂമരത്തിൽ ഒരു തത്ത നിൽക്കുന്നുണ്ട്. ആ തത്തനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ നീനാപ്പൂ. ഇത്രയും വലിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവിടുത്തെ മതിലുകളൊക്കെ തീർത്തിരിക്കുന്നത്. അങ്ങനെ വിശാലമായ തിരുവാലത്തൂർ ക്ഷേത്രം ഞങ്ങൾ മുഴുവനായിട്ടും ചുറ്റി കണ്ടു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വിട്ട് തൊട്ടടുത്തുള്ള ബ്രിട്ടീഷ് പാലത്തിലേക്കാണ്. അങ്ങനെ കുട്ടികളെയും കൊണ്ട് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.